ഇത് സായി കിരൺ നെയ്യാറ്റിൻകര AFPTയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇദ്ദേഹവുമായിട്ട് നമുക്ക് അല്പസമയം പങ്കിടാം. നെയ്യാറ്റിൻകര AFPTയിൽ നിന്നും ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന സായി കിരണിന് ശ്രീവാസ് സാർ AFPTയുടെ വക ഒരു ഉപഹാരം നൽകും. സായിയുടെ AFPTയിലേക്കുള്ള ആ ജോയിനിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? എനിക്ക് കൊച്ചിലെ തന്നെ ആർമിയിലോട്ട് കയറണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പം +2 കഴിഞ്ഞ് നിന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, നെയ്യാറ്റിൻകരയിൽ AFPT തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് അവിടെ പോയാൽ നിനക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, എങ്ങനെയാണെന്ന് കയറാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് നെയ്യാറ്റിൻകര AFPT ഞാൻ ജോയിൻ ചെയ്തത്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് പറഞ്ഞതനുസരിച്ച് ഞാൻ AFPTയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻട്രിയും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഒരു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ആ ഫസ്റ്റ് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മെയിൻ ട്രെയിനർ സാറായ ശ്രീവാസ് സാറിനെ കാണുന്നത്. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു ഞായറാഴ്ച തൊട്ട് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ വരണം. സാധാരണ 7 മണി തൊട്ട് 9-10 മണി വരെ ആയിരിക്കും പ്രാക്ടീസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളതിനനുസരിച്ച് തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഓടാനൊന്നും വലിയ 10 റൗണ്ടൊക്കെ ഓട്ടിക്കുമായിരുന്നു. തുടക്കത്തിൽ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി സാറിന് ട്രെയിനിങ്ങും നല്ല രീതിയിൽ മികച്ച ട്രെയിനിങ്, പിന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 6 മാസം എനിക്ക് ഫസ്റ്റ് സെലക്ഷനും അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് വന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓടിക്കയറാനും പറ്റിയ സാറിൻ്റെ ഒരു ട്രെയിനിങ് AFPTയിൽ. അപ്പോൾ ഈ AFPTയിൽ നിന്ന് ഇപ്പോൾ എന്ത് ആർമിയുടെ ആയാലും മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും അവർ നമ്മളെ ഇൻഫോം ചെയ്യുന്നു. അപ്പം ഈ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ അഗ്നിവീറിൻ്റെ 2ാമത്തെ സെലക്ഷൻ വന്നത്. അപ്പോൾ അവരുടെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അപ്ലൈ ചെയ്തത് അന്ന് രാവിലെ തൊട്ട് തന്നെ നമുക്ക് ഫിസിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് നല്ല ഏറ്റവും കൂടുതലും ഓട്ടത്തിനും ബാക്കി ചിന്നപ്പും അതിനൊക്കെയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് തരുന്നത്. അപ്പോൾ സാറിനെ അറിയാം ഓരോരുത്തരുടെ സ്റ്റാമിനയും ബാക്കി കാര്യങ്ങൾ സ്ട്രെങ്ത് എങ്ങനെയാണെന്നൊക്കെ സാറിന് അറിയാം. അപ്പോൾ സാറ് ഓരോരുത്തർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാളുടെ 10 റൗണ്ട് ഓടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിർത്താറുള്ളൂ, ഇതിൽ ഒരാൾക്ക് 7 പറ്റുമെങ്കിൽ ഇങ്ങനെ ഓടുക. പിന്നെ ഈ സാർ ഇമ്പ്രൂവ് ചെയ്തു. നമുക്ക് ഇനി അടുത്ത ഫിസിക്കലി മെയിൻ എന്ന് പറയുന്നത് ഓട്ടം തന്നെയാണ്. അപ്പം 1600 മീറ്റർ 5.5 മിനിറ്റ് എന്നുള്ളതാണ് ഒരു സമയം. നമുക്കിപ്പം പുതിയ രീതി അനുസരിച്ച് ഇപ്പം ആർമിയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സാമാണ്. അപ്പം AFPTയിൽ തന്നെ നല്ല രീതിക്ക് ക്ലാസ്സസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവൈസിങ് ആയാലും അതെല്ലാം നല്ല രീതിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എക്സാം ടെക്നിക്കൽ ഫീൽഡും കൂടെ ആയതുകൊണ്ട് ഞാൻ ഫിസിക്സും മാത്സും ഇത്തിരി ടഫാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് സാറുമാർ പ്രത്യേകം ശനിയും ഞായറും ഓഫ്ലൈൻ ക്ലാസ്സും പിന്നെ ഓൺലൈൻ ക്ലാസ്സസും എല്ലാം നല്ല രീതിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എക്സാം പാസ്സാകാനും പിന്നെ അത് ഫിസിക്കലിലോട്ട് വരാൻ ഹെൽപ്പാക്കി. അത് AFPT തന്നെ. ഞാൻ ഇപ്പം ഡിഗ്രി ചെയ്യാണ്, BA ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ്. ഞാൻ പഠിക്കുന്ന ഇവിടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുളത്തൂരിൽ. ഇനി നമുക്ക് സായിയുടെ ഫാമിലിയെ പരിചയപ്പെടാം. അമ്മയുടെ പേരെന്താണ്? മഞ്ജു. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഇത് അനിയത്തിയാണ്. മോളുടെ പേരെന്താ? സായിജു. ഓക്കെ. ഏത് ക്ലാസ് പഠിക്കുന്നു? 12th പഠിക്കുന്നത്. ശരി. ഏത് സബ്ജക്റ്റാ? ബയോമാക്സ് ആണ്. സായിയുടെ അച്ഛൻ ഇവിടെ പോയി? ഒരു ബിസിനസ് ആവശ്യമായിട്ട് പുറത്ത് പോയേക്കുവാണ്. ഓക്കെ. അപ്പോൾ അമ്മ എങ്ങനെ സായിയുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീട്ടിൽ സന്തോഷമുണ്ട്. കുഞ്ഞിലുള്ള ഒരാഗ്രഹമാണ് വിചാരിച്ചത്. അതുപോലെ AFPTയുടെ സാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അവർ ഇത്രയും ജോലി കിട്ടുന്നത്. AFPTയുടെ എല്ലാ സാറിന്മാർക്കും നന്ദി. AFPTയിലെ ട്രെയിനിങ്ങും നിങ്ങളുടെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻസിൽ ഒരു ജോലി ഉറപ്പാണ്.